ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടത് നല്ലൊരു സ്പ്രിംഗ് പൊട്ടാറ്റോ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടി വരും കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തോലൊന്നും ഇതിൻ്റെ കളയുന്നില്ല. തോല് കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, കളയാതെ വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിതാ ഇതുപോലൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഈർക്കൾ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ചൂലിൻ്റെ ഒരു ഈർക്കളാണ്. അപ്പം ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നേരെ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ മെല്ലെ മെല്ലെ കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിക്ക് പൊട്ടിപ്പോവും. എന്നതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് റൗണ്ടിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മുറിഞ്ഞു പോകാതെ സാവധാനം വേണം നമ്മളിത് ചെയ്യാനായിട്ട്, എന്നാലേ നമുക്ക് ലെയറായിട്ട് ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതുണ്ട് ഇതുപോലെ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനിത് മെല്ലെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ പതുക്കെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുപാട് നൈസായിട്ടൊന്നും ഞാൻ അരിഞ്ഞെടുക്കുന്നില്ല, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, കുറച്ച് നമ്മുടെ സോഫ്റ്റ് വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ്ടോ ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പതുക്കെ അതുപോലെ നമ്മൾ വലിക്കാനൊക്കെ ഇത് പതുക്കെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് വിട്ട് വരും. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കണം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരികു വേണമെങ്കിൽ ഇതൊന്ന് ഭംഗിയില്ലാത്ത പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം. 2 സൈഡ് അതുപോലെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പൊട്ടാറ്റോയും കൂടി ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അത് കുറച്ച് ചെറിയ പൊട്ടാറ്റോ ആണ്, അത് നമുക്കിതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ രണ്ടും ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ കറയൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കളറും ഒന്ന് ചേഞ്ച് ആവും. നമ്മുടെ പൊട്ടാറ്റോ അറുത്ത് കഴിഞ്ഞാൽ ഒരു കളറൊന്നും ചേഞ്ച് ആവില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം മതി. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കാണ് നമ്മുടെ പൊട്ടാറ്റോ സ്പ്രിംഗ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ ആ ഒരു ബാറ്റർ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നമ്മളിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചാറ്റ് മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചാറ്റ് മസാല ഇല്ലാത്തവർ ചിക്കൻ മസാലയാണെങ്കിലും ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചാറ്റ് മസാല എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് നമ്മുടെ മാഗിയുടെ കൂടെയൊക്കെ കിട്ടുന്ന മസാല ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്ക് തീർച്ചയായും കഴിക്കും. അപ്പോൾ അതും കൂടെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് കുറവായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിവിടെ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ സ്പ്രിംഗ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ പൊട്ടാറ്റോ സ്പ്രിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ എല്ലാ ഭാഗത്തും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ, അത് നമുക്കതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പൊട്ടാറ്റോ സ്പ്രിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ പുറത്ത് പോയി വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് കൂടെ അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.